കഴിഞ്ഞ ഒരു 3-4 ദിവസമായി തുടർച്ചയായി പെയ്യുന്ന മഴയാണ് വയനാട് ജില്ലയിൽ. ആ മഴയെ കണ്ട് ഭയന്നിട്ട് കുറേയധികം ആൾക്കാർ മറ്റ് സ്ഥലങ്ങളിലേക്ക്, ബന്ധുവീടുകളിലേക്ക്, ക്യാമ്പുകളിലേക്ക് ഒക്കെ മാറി പോയിരുന്നു. എന്നാൽ കുറച്ച് ആൾക്കാർ ഈ വീടുകളിൽ തന്നെ താമസിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അവരാണിപ്പോൾ ഈ അപകടത്തിൽ പെട്ടിരിക്കുന്നത്. ഇപ്പോൾ സുനിൽ അരിമാനൂർ കൂടി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. സുനിൽ, ഏത് രീതിയിൽ ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ്? സംസ്ഥാന സർക്കാർ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനായി ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ സൈനികരുടെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഈ മുണ്ടക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നദിയുടെ ഒഴുക്ക് കുറഞ്ഞിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് റോപ്പ് വേ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അക്കരെയുള്ള ആളുകളെ, കുടുങ്ങിപ്പോയ ആളുകളെ ഇക്കരയ്ക്ക് എത്തിക്കുന്ന നടപടികളിലേക്കാണ് NDRFും സൈന്യവും അടങ്ങിയിട്ടുള്ള ഇപ്പോൾ ദൗത്യസംഘം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. അതിൽ ജീവിച്ചിരിക്കുന്ന ആളുകളുമുണ്ട്, അതുപോലെ തന്നെ ഡെഡ് ബോഡിയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനു മുമ്പായിട്ട് ഞാനൊരു അപ്ഡേഷൻ കൂടെ പ്രേക്ഷകർക്കായി നൽകുന്നുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ഔദ്യോഗികമായി ലഭിച്ചിട്ടുള്ള കണക്കുകൾ പ്രകാരം GH കൽപ്പറ്റയിൽ 12 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. അതുപോലെ തന്നെ വിംസ് ആശുപത്രിയിൽ 80 പേര് ചികിത്സയിലുണ്ട്. കാഷ്വാലിറ്റിയിലാണ് ഇവരുള്ളത്. 9 പേർ ICUയിലും ഉണ്ട്. അങ്ങനെ ആകെ 89 പേരാണ് വിംസിൽ ഇപ്പോൾ ഉള്ളത്. 27 പേരാണ് CHSE മേപ്പാടി CHSEയിലുള്ളത്. അതുപോലെ തന്നെ താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് വൈത്തിരിയിൽ, അതുപോലെ തന്നെ ബത്തേരിയിലും ഈ ആളുകളെ ചികിത്സയ്ക്കായി പ്രവേശിപ്പിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ഡെത്ത് കൺഫേംഡ് ആയിട്ട് ഇപ്പോൾ ഔദ്യോഗികമായി നൽകുന്ന കണക്ക്, അതായത് ഡെഡ് ബോഡി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കണക്ക് ഔദ്യോഗികമായി പറയുന്നത്. 60 ഡെഡ് ബോഡീസാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ചികിത്സയിൽ 128 പേരുണ്ട്. അതിൽ ICUയിലുള്ളവരുമുണ്ട്, കാഷ്വാലിറ്റിയിൽ പ്രവേശിച്ചിരിക്കുന്നവരുമുണ്ട്. 16 പേര് നിലമ്പൂരിൽ ഡെത്തായി എന്നുള്ള കണക്ക് വരുന്നുണ്ട്. 8 പേരുടെ ബോഡി പാർട്സ് ലഭിച്ചതായും ഔദ്യോഗിക കണക്കുകൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്, നമ്മൾ രാവിലെ മുതൽ തന്നെ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി പറയുമ്പോൾ തന്നെ, ആ ദുരന്ത മുഖത്തിൻ്റെ തീവ്രത പറയുമ്പോൾ തന്നെ നമ്മൾ സൂചിപ്പിച്ചതാണ്, പല ആളുകളും ഒഴുകിപ്പോയി. അതെങ്ങോട്ടാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. കാരണം ഈ ചുരൽമലയിൽ നിന്ന് നമുക്ക് അപ്പുറത്തെ വശത്തേക്ക് നദി കടന്നു വേണം പോകാൻ. പോയ ശേഷം മാത്രമേ എത്രത്തോളം ആളുകൾ, വീടുകൾ, കെട്ടിടങ്ങൾ എന്നിവ നാശനഷ്ടത്തിന് വിധേയമായി എന്നുള്ളത് വ്യക്തമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നേരത്തെ തന്നെ നമ്മുടെ ലൈവിൽ തന്നെ അവിടുത്തെ മെമ്പർ സൂചിപ്പിച്ചതുപോലെ ഇത്ര കുടുംബങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്, അതിലിനി എത്ര പേർ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതും, വീടുകൾ എത്ര നാശനഷ്ടമുണ്ട്, അതിനടിയിൽ ആളുകളുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. സൈന്യം എത്തിയിട്ടുണ്ട്. ആ സൈന്യം ഇപ്പോൾ താൽക്കാലിക ബ്രിഡ്ജ് നിർമ്മിക്കുന്നതിന് വേണ്ടി മദ്രാസിൽ നിന്നെത്തിയ ടെക്നിക്കൽ വിഭാഗം, എഞ്ചിനീയർമാരുടെ വിഭാഗമാണ്, സൈനികരുടെ എഞ്ചിനീയർമാരുടെ വിഭാഗമാണ് ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള ഒരു പാല നിർമ്മാണത്തിന് വേണ്ടി മുതിർന്നിരിക്കുന്നത്. ഈ നടപടികൾ പുരോഗമിക്കുകയാണ്. ഇത് പൂർത്തിയായാൽ വളരെ പെട്ടെന്ന് മാത്രം നമുക്ക് അക്കരയിൽ നിന്ന് ഇക്കരയിലേക്ക് രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി നടത്തുകയും ചെയ്യാം. ഇതിനിടെ തന്നെ മെഡിക്കൽ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഒരു പ്രോസസ്സുണ്ട്. അല്പം മുമ്പ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനിൽ വ്യക്തമാക്കിയത്, ഭക്ഷണ സാധനങ്ങൾ ക്യാമ്പുകളിലേക്കും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം നടത്തുന്ന മേഖലകളിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയും ആരോഗ്യ വകുപ്പ് ഉന്നതതല യോഗം ചേർന്നുകൊണ്ട് കാര്യങ്ങൾ വിലയിരുത്തുകയും അതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് അതിന് ഉപരി ഇന്നും നാളെയും സംസ്ഥാനത്ത് ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചുകൊണ്ട് ചീഫ് സെക്രട്ടറി വി വേണു അല്പം മുമ്പ് ഔദ്യോഗികമായി പൊതുഭരണ വകുപ്പിൻ്റെ വിജ്ഞാപനം പുറപ്പെടുവിക്കുകയുണ്ടായി. അതുപോലെ സർക്കാരിൻ്റെ പൊതുപരിപാടികളും അതുപോലെ സർക്കാരിൻ്റെ ആഘോഷ പരിപാടികളും നിർത്തിവെക്കണമെന്നും ഈ വിജ്ഞാപനത്തിനകത്ത് പറയുന്നുണ്ട്. സംസ്ഥാനത്ത് ഔദ്യോഗികമായി ദേശീയ പതാക ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടണമെന്ന നിർദ്ദേശവും ചീഫ് സെക്രട്ടറി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതുതായി നമുക്ക് പ്രേക്ഷകർക്ക് മുന്നിലായി അപ്ഡേഷനായി വെക്കേണ്ടതായിട്ടുള്ളത്.